നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുടെയും ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. 1940 പള്ളിവാസൽ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത്. ആ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യരായിരുന്നു ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. വർഷം 1954. ഈ രണ്ട് ജലവൈദ്യുത പദ്ധതികളും സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴ ഏതിന്റെ പോഷക നദിയാണ്? പെരിയാറിന്റെ പോഷക നദി. പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയും ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയും സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. കാനഡയുടെ സഹായത്തോടെയാണ് ഇടുക്കി പദ്ധതിയുടെ നിർമ്മാണം നടന്നത്. ഇനി കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? മണിയാറാണ് കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. പത്തനംതിട്ട ജില്ലയിലാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ്. ഇപ്പൊ കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? പന്നിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. പന്നിയാർ നദി. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി കോഴ്സുകൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, കമ്പനി LGS അടുത്ത വർഷം വരാനിരിക്കുന്ന സുവർണ അവസരങ്ങളാണ്. കൂടാതെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന ഫയർമാൻ, ഫയർ വുമൺ, 10th പ്രിലിംസ് പരീക്ഷ, സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാം, 10th പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാം ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ലിമിറ്റഡ് പീരീഡിലേക്ക് കോഴ്സ് ഫീസിൽ 1 ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. കൂടാതെ കോഴ്സിൽ തന്നെ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK, ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ്. എക്സാം ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടെ ഉള്ള പാക്കേജ് ആണ്. ഒറ്റ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും. കറണ്ട് അഫയേഴ്സിന് സെപ്പറേറ്റ് കോഴ്സ് അങ്ങനെ ഒന്നുമില്ല. എല്ലാം കൂടി ചേർന്നതാണ്. നിങ്ങൾക്ക് ഓരോ കോഴ്സ് എടുക്കുമ്പോഴും ഇതിനകത്ത് എല്ലാത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സ്റ്റഡി പ്ലാനോട് കൂടിയാണ് കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചെക്ക് ചെയ്തു. ഇനി കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി ഉള്ളത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാർ നദിയാണ്. പെരിയാർ നദി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കാം. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? മണ്ണടിയാണ് വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം എവിടെയാ? ശിവഗിരിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം. ചട്ടമ്പി സ്വാമികളുടേതോ? പന്മന ആശ്രമമാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം. പഴശ്ശിരാജ മാവിലാന്തോട്. വേലുത്തമ്പി ദളവയുടെ ആയിരുന്നു ചോദ്യം. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം മണ്ണടിയാണെങ്കിൽ വേലുത്തമ്പി ദളവ ജനിച്ച സ്ഥലം എവിടെയാ? തലക്കുളത്താണ് വേലുത്തമ്പി ദളവ ജനിച്ചത്. വേലുത്തമ്പി ദളവ ആരുടെ പ്രശസ്തനായ ദിവാനായിരുന്നു? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാനാര്? വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം ഏതാണ്?
ഇളമ്പള്ളൂർ ക്ഷേത്രം കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാ? 1809 ജനുവരി മാസം 11. 1809 ജനുവരി മാസം 11 കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് കുണ്ടറ സ്ഥിതി ചെയ്യുന്നത്. മണ്ണടി ഏത് ജില്ലയിലാ? പത്തനംതിട്ട ജില്ലയിലാണ് മണ്ണടി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി മാസം 24. 1950 ജനുവരി മാസം 24 ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കപ്പെട്ടത്. ആരാണ് രചിച്ചത് ജനഗണമന? രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമന രചിച്ചത്. ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ് ആണ്. 52 സെക്കൻഡ്. ഇതിന്റെ ഷോർട്ട് വേർഷൻ ആലപിക്കാൻ വേണ്ട സമയം 20 സെക്കൻഡ് ആണ്. 20 സെക്കൻഡ്. ദേശീയഗാനം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാ? രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയഗാനം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ദേശീയഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? രാംസിംഗ് താക്കൂർ ആണ് ദേശീയഗാനത്തിന് സംഗീതം നൽകിയത്. ജനഗണമന രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയിലാണ് ദേശീയഗാനം രചിച്ചത്. അപ്പൊ ദേശീയഗാനത്തിന്റെ ഷോർട്ട് വേർഷൻ ആലപിക്കാൻ വേണ്ട സമയം 20 സെക്കൻഡ്. ദേശീയഗാനം ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1911 കൽക്കത്ത സമ്മേളനമാണ്. 1911 കൽക്കത്ത സമ്മേളനം. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ശങ്കരാഭരണം. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? മൗലിക ചുമതലകൾ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 42ാം ഭരണഘടനാ ഭേദഗതി ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നിലവിൽ വന്നത്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പം മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതി പ്രകാരമാണ്? 42ാം ഭേദഗതി പ്രകാരം. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാ? 51A എന്ന വകുപ്പിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷത്തിലേക്ക് മാറ്റിയ ഭേദഗതി ഏതാ? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കിയത് ഏത് ഭേദഗതി പ്രകാരമാണ്? 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇനി വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അതും 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതായത് സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 വിഷയങ്ങൾ വിദ്യാഭ്യാസം വനമടക്കമുള്ള 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. നിലവിൽ എത്ര മൗലിക ചുമതലകൾ അല്ലെങ്കിൽ മൗലിക കടമകളാണുള്ളത്? 11 മൗലിക കടമകളാണുള്ളത്. ഈ 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 10 മൗലിക കടമകളാണ് ഉൾപ്പെടുത്തിയത്. 11ാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. വർഷം 2002. മൗലിക ചുമതലകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? റഷ്യയുടെ ഭരണഘടനയിൽ നിന്നാണ്. ഇനി 42ാം ഭേദഗതി നിലവിൽ വന്ന വർഷം 1976. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1976. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാ? 42ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സാണ് ഇന്ത്യയിൽ ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം. പ്രസിഡന്റായി മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 35 വയസ്സ്. വൈസ് പ്രസിഡന്റ് 35 വയസ്സ്. ഗവർണർ 35 വയസ്സ്. പ്രസിഡന്റ് 35, വൈസ് പ്രസിഡന്റ് 35, ഗവർണർ 35. രാജ്യസഭാ അംഗം 30 വയസ്സാണ്. രാജ്യസഭാ അംഗം 30 വയസ്സ്. പ്രധാനമന്ത്രിയാണെങ്കിൽ 25 വയസ്സ്. മുഖ്യമന്ത്രിയാണെങ്കിൽ 25 വയസ്സ്. ലോക്സഭാ അംഗം 25 വയസ്സ്. MLA 25 വയസ്സ്. പഞ്ചായത്ത് അംഗം 21 വയസ്സ്. ഇത്രയാണ് PSC എപ്പോഴും ചോദിക്കാറുള്ളത്. പ്രസിഡന്റ് 35, വൈസ് പ്രസിഡന്റ് 35, ഗവർണർ 35, രാജ്യസഭാ അംഗം 30,
പ്രധാനമന്ത്രി 25, മുഖ്യമന്ത്രി 25, ലോക്സഭാ അംഗം 25, MLA 25, പഞ്ചായത്ത് അംഗം ആണെങ്കിൽ 21 ആണ്. 21. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. 5 ചോദ്യങ്ങൾ, ഒരുപാട് ഫാക്ട്സ്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് 2 മാർക്കിനുള്ള ചോദ്യം കിട്ടിയിരിക്കും. അത്രത്തോളം ഫാക്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് എല്ലാം പറഞ്ഞത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.